और मैं जाता हूँ जेल साहब। नंबर 1 सेंट्री करा रे बाकी चल। Guests, teachers, parents and dear cadets. NCC ദിനം, NCCയുടെ വിവിധ പരിശീലന പരിപാടികൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ദേശീയ ഐക്യം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ കേഡറ്റുകളുടെ സേവനങ്ങളെ ആദരിക്കാനുള്ള ഒരവസരമാണ്. On this auspicious occasion of NCC Day celebration of St. Mary's HSS Kudathai, we welcome you all to Abhyudaya 2024. The word Abhyudaya means uprising or prosperity, showcasing the prosperity and progress brought about by the NCC cadets to our nation. As we are gathered here today, let's take a moment to reflect on the values that NCC instills and to also pay respect to our nation. I now request everyone to rise in attention for the NCC song and national anthem. जन गण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। हम सब भारतीय हैं, हम सब भारतीय हैं, हम सब भारतीय हैं।
now my distinct pleasure to invite our Associate NCC Officer, Lieutenant Alexander Sir, to deliver the welcome address. Good evening to all. പ്രിയമുള്ള NCC cadets, parents, പ്രിയമുള്ള വിശിഷ്ട അതിഥികളെ, അഭ്യുദയ 2024 സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC സ്ഥാപിതമായ ശേഷം 3 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഈ വർഷം NCC ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒത്തിരി ഓർത്തിരിക്കാൻ നമുക്കുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മുടെ മുതൽക്കൂട്ടായി നമുക്കുണ്ട്. ഇന്ന് ഈ NCC ഡേ സെലിബ്രേഷനിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഏറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിലെ ബഹുമാന്യനായ പട്ടികജാതി പട്ടിക വികസന മന്ത്രി ശ്രീ OR കേളു അറുകളെ സെൻറ് മേരീസ് NCCയുടെയും ഈ കലാലയത്തിലെ എല്ലാ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ സെൻറ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാനേജർ ഫാദർ ബിബിൻ മഞ്ഞപ്പുരൽ അച്ഛനാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ നമുക്ക് പ്രചോദനമാകുന്ന അച്ഛനെ NCCയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Cadets, NCC Club, ചുരുക്കം. നമ്മുടെ NCC ഡേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യ സന്ദേശം നൽകുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് 9K നേവൽ NCCയുടെ കമാൻഡിംഗ് ഓഫീസർ കമാൻഡർ മാത്യു സാറാണ്. സാറിനെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക്, ഈ NCC സെലിബ്രേഷനിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. Cadets, NCC Club, ചുരുക്കം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമുക്ക് NCC ഡേയുടെ സന്ദേശം നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബറ്റാലിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ B ജോൺസൺ സാർ എത്തിയിട്ടുണ്ട്. സാറിനെയും ഈ കലാലയത്തിൻ്റെ പേരിൽ NCCയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Cadets, NCC Club, ചുരുക്കം. വിദ്യ 2024 ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. സംഘത്തിനായി ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ബിബിൻ മഞ്ചപ്പിള്ളി അച്ഛനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി നമ്മുടെ സ്കൂളിൽ NCC ഡേ എന്ന് ആഘോഷിക്കുന്നു. നവംബർ മാസം അവസാനത്തെ ഞായറാഴ്ച NCC ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി 3-ാം വർഷവും മനോഹരമായിട്ട് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നു. NCCയുടെ മുദ്രാവാക്യം നമുക്കറിയാം, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. ഈ 2 കാര്യങ്ങൾ ഊന്നി പിടിച്ചുകൊണ്ട് NCC മുന്നേറുമ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രചോദനവും വളരെ മാതൃകയുമായിട്ട് മാറുകയാണ്. ഇന്ന് ഈ NCC ഡേയിൽ നമ്മുടെ വിശിഷ്ടാതി ബഹുമാനപ്പെട്ട OR കേളു സാറാണ്. അദ്ദേഹം ഞങ്ങളുടെ MLA കൂടിയാണ്. ഞാൻ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് MLA കൂടിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അദ്ദേഹത്തിന് കൂടി ആയിരിക്കുവാനായിട്ട് സാധിച്ചതിൽ. വളരെ ലാളിത്യത്തിൻ്റെ എളിമയുടെ മാതൃകയായ പ്രിയപ്പെട്ട മന്ത്രി, അതുപോലെ ആർക്കും ഏത് സമയത്തും സമീപിക്കാവുന്ന വളരെ സിമ്പിളായിട്ട് എല്ലാവരോടും ഇടപഴകുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യം നമുക്ക് വളരെ പ്രോത്സാഹനജനകമാണ്, നമുക്ക് വളരെ അഭിമാനകരമാണ്. കാരണം പ്രിയപ്പെട്ട കുട്ടികൾക്ക് NCCയുടെ ആ ചൈതന്യം ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ പകർന്നു കിട്ടുകയാണ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഇന്ന് NCC ഡേ ആഘോഷിക്കുമ്പോൾ നമുക്കറിയാം NCCയുടെ ആപ്തവാക്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിനാണ്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ സ്വഭാവ ഗുണം, ധൈര്യം, സഹവർത്തിത്വം, അച്ചടക്കം, നേതൃത്വ ഗുണം, മതേതര മനോഭാവം, സാഹസിക മനോഭാവം, കായിക മനോഭാവം, അതുപോലെ നല്ല പൗരന്മാരെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് NCC പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള സ്വഭാവ ഗുണങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. അപ്പം അതിനുവേണ്ടി നമ്മുടെ NCC ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ആ ലക്ഷ്യം എത്തിച്ചേരുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു.
നല്ല ഡിസിപ്ലിൻഡായി കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുകയും അതുപോലെ തന്നെ വ്യത്യസ്തമായ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഈ ദിനത്തിന് എല്ലാ നന്മകളും ഒത്തിരി സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. പ്രിയപ്പെട്ട NCC കേഡറ്റ്, നിങ്ങൾക്ക് ഈ സെൻറ്റ് മേരീസ് സ്കൂളിലെ ഈ പരിശീലനം വലിയൊരു പ്രതീക്ഷയുടെ അതുപോലെ തന്നെ നിങ്ങൾ ഭാവിക്കുള്ള വലിയൊരു കരുത്തായിട്ട് മാറട്ടെ. നല്ല അച്ചടക്കമുള്ള, നല്ല സ്വഭാവമുള്ള, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന, എല്ലാവർക്കും സംലഭ്യരായ മക്കളായിട്ട് വളർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. കേരളത്തിന്റെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായ ബഹുമാനപ്പെട്ട OR കേളു അവർകളെ അഭ്യുദയ 2024 NCC ദിനാഘോഷവും കുടുംബസംഗമവും ദീപം തെളിയിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्ति. सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति शान्ति शान्ति. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ബിബിൻ അച്ഛൻ, അതേപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ എൻ്റെ അയൽവക്കക്കാരൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ലീച്ചോ എന്ന അലക്സാണ്ടർ, കമാൻഡർ ശ്രീ മാത്യു P. മാത്യു, ശ്രീ B. ജോൺസൺ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സീനിയർ NCC കോഴിക്കോട്, ശ്രീ CB ഇമ്മാനുവൽ, മിസ്റ്റർ തോമസ്, അതേപോലെ തന്നെ പ്രിൻസിപ്പാള്, SPC കോർഡിനേറ്റർ, റേഞ്ച് ഓഫ് ക്യാപ്റ്റൻ, സ്കൗട്ട് മാസ്റ്റർ ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാനീയ പ്രിയപ്പെട്ട കുട്ടികളെ, സമയം 7 മണിയായി, അല്ലെങ്കിൽ 7 മണിയാവുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ വേഗം പോകേണ്ടത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അയൽവക്കക്കാരൻ കൂടിയായിട്ടുള്ള ലിജോ ഇങ്ങനൊരു പരിപാടിയുണ്ട്, എൻ്റെ സ്കൂളിൽ കൂടത്തായി ഒന്ന് വരണം എന്ന് നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. തിരക്കുകൾ കാരണം പിന്നീടും വീണ്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഈ സമയം NCCയെ സംബന്ധിച്ചാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കുടുംബകാര്യങ്ങളും നമ്മൾ പറയേണ്ടതായിട്ട് വരും. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ വർത്തമാന കാലത്തിൻ്റെ പ്രസക്തി വളരെ 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 വലുതാണ്. നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിൽ കൂടി കടന്നു പോകരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വൈകല്യങ്ങളും
ഇന്ന് നമ്മളെല്ലാവരെയും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പാർശ്വഫലങ്ങളാണ്. എങ്കിലും നമ്മൾ ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടനയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ്. എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു ആദ്യത്തെ കാര്യം, ഇപ്പോൾ NCC കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചെറുപ്പത്തിലേ നമ്മുടെ ജീവിതവും നമ്മുടെ കാഴ്ചപ്പാടും ദൃഢമാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ദൃഢമാക്കണമെങ്കിൽ ഒരുപാട് സഹനം നമ്മൾ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ NCC ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ ചെറുപ്പത്തിലെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ നമ്മളൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പരിശ്രമമാണ് നമ്മളിതിൽ കൂടി നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവണം. ഒരടുക്കും ചിട്ടയും ഉണ്ടായിക്കൊണ്ട് മാത്രമേ നമുക്കൊരു നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സ്കൂൾ വിദ്യാർത്ഥികളാവുമ്പോൾ രാവിലെ എണീക്കാനൊരു സമയം, പല്ല് തേക്കാനൊരു സമയം, പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനൊരു സമയം, ഭക്ഷണം കഴിക്കാനൊരു സമയം, പഠിക്കാനൊരു സമയം, കളിക്കാനൊരു സമയം, എക്സസൈസ് ചെയ്യാനൊരു സമയം, ഉറങ്ങാനൊരു സമയം, ഇങ്ങനെ വളരെ ചെറുപ്പത്തിലെ ഒരു അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വ്യക്തിജീവിതം രൂപപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടകമാണ്. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ അധ്യാപകരെയും മുതിർന്നവരെയും ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മൂന്നാമത്തെ കാര്യം, ഈ NSS ആയാലും NCC ആയാലും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടവരും അല്ലെങ്കിൽ പരിശീലിക്കുന്നവരുമാണ്. സമൂഹത്തിലെ ഏത് കാര്യത്തിലും ഏർപ്പെടാനും നമുക്ക് സേവനം ചെയ്യാനും സാധിക്കുക എന്നുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഇന്ന് ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ് മാലിന്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഒരു വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെ ഗൗരവപൂർവ്വം നോക്കിക്കാണാനും ആ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനും അതേപോലെ തന്നെ മറ്റ് ഇതര കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലൊക്കെ സമൂഹത്തിൻ്റെ പൊതു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെടാൻ വേണ്ടി സാധിക്കണം. സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നാടിൻ്റെ പൊതുവായിട്ടുള്ള സാമൂഹിക ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലേ നമുക്ക് ശീലിക്കുന്നത് നന്നായിരിക്കും.
ഇനിയും അതിൻ്റെ തുടർവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഒരു നല്ല മനസ്സുണ്ടാവുക, ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സഹായിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയതിന് ശേഷം ഒരാളെ സഹായിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും പ്രയാസപ്പെടുന്ന മറ്റൊരാളെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അങ്ങനെ ഒരു ശീലം വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്താനും അതിനെ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, പഠിക്കുന്നവരാണ്. ആ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൊതുവെ ഇന്ന് നമ്മൾ സ്കൂളുകളിൽ സിലബസിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി പഠിക്കുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്. ഇവിടെ അല്ലെങ്കിലും രക്ഷിതാക്കളുടെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല. 24 മണിക്കൂർ നമ്മളെ കുട്ടികളോട് പഠിക്കാൻ വേണ്ടി മാത്രം ഉപദേശിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന രക്ഷിതാക്കളാണ് പൊതുവെ. പഠനത്തോടൊപ്പം തന്നെ സിലബസിനോടൊപ്പം തന്നെ മറ്റെത്ര കാര്യങ്ങളുണ്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ. മറ്റിതര ബുക്കുകൾ നമുക്ക് വായിക്കണ്ടേ? ഈ ലോകത്തെ നമുക്ക് കണ്ണു തുറന്ന് കാണാൻ വേണ്ടി സാധിക്കണ്ടേ? ഒരു മരണ വീട്ടിൽ പോകാനും ഒരു കല്യാണ വീട്ടിൽ പോകാനും ഒക്കെ നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ നമുക്ക് സാധിക്കണ്ടേ? സിലബസിന് പുറത്ത് ഒരുപാട് അനുഭവങ്ങളും പഠനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പണ്ടൊക്കെ പറയുന്ന പോലെ വളരെ ചെറുപ്പത്തിലേ പഠിച്ച ശീലങ്ങൾ നമ്മൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് സിലബസിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചുവിടാനും ആ കാര്യങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. വീടിൻ്റെ ഉള്ളിലായാലും വീടിൻ്റെ പുറത്തായാലും നമ്മളെ മക്കളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഇന്ന് നമ്മുടെ പൊതുവിലെ നമ്മുടെ രക്ഷിതാക്കളെല്ലാവരും. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വീട്ടിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആണായാലും പെണ്ണായാലും ശീലിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് നമ്മൾ പടിപടിയായി ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നത്. അതിന് അടിസ്ഥാനമായിട്ട് ഇവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് NCCയും അതുപോലെ തന്നെ NSS പോലെയുള്ള ഒരുപാട് സോഷ്യൽ സർവീസ് സ്കീമുകളാണെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ കുട്ടികളെ വളർത്താനും മുന്നോട്ട് നയിക്കാനും സാധിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നതും. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ലിജിയെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ വളരെ വളരെ അടുത്ത അയൽവക്കക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബമായി വളരെ ആഴത്തിലും അടുപ്പത്തിലുമുള്ള ആൾക്കാരായിരുന്നു ഞങ്ങളൊക്കെ തന്നെ. ഞാനത് വെറുതെ സൂചിപ്പിക്കാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫാദറും എൻ്റെ അമ്മയും ലിജോയുടെ ഫാദറും അവരുടെ അമ്മയും ഒക്കെ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ വളരെ ആത്മാർത്ഥ കുടുംബ ബന്ധങ്ങൾ വെച്ച് ജീവിച്ചവരാണ്. ആ സ്നേഹബന്ധം ഇന്നും അതേപോലെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. ഇപ്പം ഞാനും വളർന്നു, ലിജിയോ ഒക്കെ വളർന്നു. ആ ഒരു ബന്ധം ഞങ്ങൾ ഇന്നും തുടർന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ആ എല്ലാ തരത്തിലുമുള്ള സ്നേഹബന്ധങ്ങളും നമുക്ക് കാത്തു സൂക്ഷിച്ച് വളർത്തുക എന്നത് കൂടി നമ്മളെ കുട്ടികൾ വളരെ ചെറുപ്പത്തിലേ മനഃപ്പാടമാക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ നാട്ടുകാരനാണ് അച്ഛൻ, ആലാറ്റിൽക്കാരനാണ്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ അച്ഛനും ഈ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ചലനങ്ങളും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും
അച്ഛൻ നോക്കിക്കാണുന്ന ഒരു 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 വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ അച്ഛന്മാരെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ ഒരുപാട് അച്ഛന്മാരായിട്ട് വളരെ ചെറുപ്പത്തിലേ ഉള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഞാൻ. ഏതായാലും എന്നെ ഇവിടെ വരുമ്പോൾ എൻ്റെ രണ്ട് വളരെ വേണ്ടപ്പെട്ട അച്ഛനായാലും ലിജോയായാലും വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് എന്നുകൂടി ഞാനിവിടെ ഓർക്കപ്പെടുന്നു. പിന്നെ രണ്ട് കമാൻഡർമാരെ സംബന്ധിച്ച് ഈ വേദിയിൽ ഇരിക്കുന്നത് നമ്മുടെ മക്കൾക്കൊരു പ്രയോജനമാണെന്ന് ഞാൻ കാണുന്നു, അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിലും പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഓരോ ആത്മവീര്യം നൽകുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ വേദിയിൽ ഇരിക്കുന്നത്. അവരൊക്കെ ഇന്ന് വേദിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. അവരിൽ നിന്നൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊള്ളാനും അതിൽ കൂടി നമ്മുടെ മക്കളുടെ ഒരു മാനസിക വളർച്ചയിലേക്ക് ഒക്കെ കൊണ്ടുവരിക എന്നുള്ള ആത്യന്തിക ലക്ഷ്യമൊക്കെ നമുക്ക് അതിനുണ്ട്. അവരെയൊക്കെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ബഹുമാനിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാതെ ഈ വാർഷികത്തിന് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും സ്കൂൾ അധികാരികളോടും ഒക്കെയുള്ള എൻ്റെ അതീവമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ വാർഷിക പരിപാടി ഏറ്റവും സ്നേഹപൂർവ്വം ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. Commander Matthew P. Matthew is the commanding officer of 9 Kerala Naval NCC Kozhikode. Prior to taking over the NCC unit, the officer held appointments of telecommunication in charge at headquarters, Southern Naval Command, officer commanding Naval Unit Minikoi, Lakshadweep, OIC of Navy's VLF Communication Center at Tirunelveli, and faculty head of Information Warfare at Navy's Communication Training Institute at Kochi. The officer trained naval officers in communication and information warfare from 2012 to 2018 and also conducted training for officers of Army and Air Force. The officer conducted training for officers of Kenyan Defence Force at Nairobi, Kenya in 2015. Commander Matthew P. Matthew has vast experience of serving on board various ships and submarines of Indian Navy. The officer is a good motivational speaker and has delivered lectures at various institutions which includes NIT Calicut, St. Joseph's College Devagiri, SNGC College Chelanur, MES College Mambad, Vedavyasa Sainik School Kozhikode and various other institutions. The officer is from Wayanad district and is an alumni of St. Catherine's High School Payampalli and St. Mary's College Sultan Batheri. The officer has 2 children. Son Christo Matthew is a software engineer in a US-based IT firm and daughter is undergoing training at National Defence Academy in the first NDA girls batch. She is the first girl from Kerala to get into National Defence Academy. I invite Commander Matthew P. Matthew, Sir, Commanding Officer of 9 Kerala Naval NCC Kozhikode, to deliver the keynote address. Yesterday was the National NCC Day. നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് NCC ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. 1948 ഫസ്റ്റ് NCC ബറ്റാലിയൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ NCC ബറ്റാലിയൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ NCC വേറൊരു വിധത്തിൽ വേറൊരു ഫോമിൽ ഇന്ത്യയിലുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി കോർപ്സ്. അത് വീണ്ടും ചേഞ്ചായി യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കോർപ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോംഡ് യൂത്ത് വിങ് ആണ് NCC. ദർ ആർ 13 lakhs, 13 ലക്ഷം ഇന്ത്യൻ യൂത്ത്സ് NCCയുടെ പാർട്ടാണ്. നമ്മളുടെ കേരളത്തിലെ സ്ട്രെങ്ത് ഓൾമോസ്റ്റ് 95,000 ആണ്. നമ്മൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏത് മഹത് വ്യക്തിത്വങ്ങൾ എടുത്താലും കാണാൻ കഴിയുന്നത് മിക്കവരും NCCയിലെ കേഡറ്റ്സ് ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം. സുഭാഷ് ചന്ദ്രബോസ് യൂണിവേഴ്സിറ്റി ട്രെയിനിങ് കോർപ്സിലുണ്ടായിരുന്നു. പ്രസൻറ്റ് പ്രൈം മിനിസ്റ്റർ മോദിജി ഒരു NCC കേഡറ്റാണ്. ആൻഡ് ഹൂ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്
Indian Administrative Service or Indian arena, you will find an NCC cadet. NCCക്ക് ഒരു മോട്ടോ ഉണ്ട്, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ, ഏകത ആൻഡ് അനുശാസനം. NCCയുടെ പ്രൈം മോട്ടീവ് എന്താണ്? NCCയുടെ പ്രൈം മോട്ടീവ് ഇറ്റ്സ് എ ഫീഡർ സർവീസ് ഫോർ ഓർ ഫീഡർ യൂണിറ്റ് ഫോർ ആംഡ് ഫോഴ്സസ്. 1965 71 യുദ്ധങ്ങളിൽ NCC വലിയൊരു പങ്ക് വഹിച്ചു. സപ്ലൈ ചെയിൻ മാൻ ചെയ്തത് NCC കുട്ടികളാണ്. പക്ഷേ ഈ രണ്ട് എയിം മാത്രമല്ല NCCക്ക്. We want to make you a leader in every sphere of life. Leadership qualities, comradeship, sportsman spirit, and above all, you should be a good human being. That is the most important thing. ഒരു നല്ല ഒരു വ്യക്തിത്വമാണ് എ പാട്രിയോട്ടിക് സിറ്റിസൺ ഓഫ് ദ കൺട്രി, രാജ്യസ്നേഹമുള്ള ഒരു പൗരൻ. നിങ്ങളുടെ ജനറേഷൻ്റെ പ്രത്യേകത അറിയോ? The 1997 to 2012, those who are born as known as Generation Z, Zoomers എന്നാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം, യു ബോൺ ഇൻ ടു എ വേൾഡ് വെർ എവരിത്തിങ് ഈസ് അവൈലബിൾ ഡിജിറ്റലി. ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ആ അറ്റ്മോസ്റ്റ് ടൈമിലാണ് നിങ്ങൾ പിറന്നു വീണത്. നിങ്ങൾക്ക് ഇന്ന് എല്ലാ നോളജും നിങ്ങൾക്ക് തന്നെ പഠിക്കാം. എവരിത്തിങ് ഈസ് അവൈലബിൾ. ഇൻ്റർനെറ്റ് ഈസ് ആൻ ഓഷ്യൻ ഓഫ് നോളജ്. ഇറ്റ്സ് ആൻ എൻസൈക്ലോപീഡിയ. ഫ്രം ദർ യു ക്യാൻ ടേക്ക്. പക്ഷേ അതിൻ്റെ എല്ലാം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഷുഡ് ബി എ ഗുഡ് സിറ്റിസൺ, എ ഗുഡ് സ്റ്റുഡൻറ്റ്. An NCC cadet is not just a student, he is different. You are in uniform. യൂണിഫോം ഇടുന്ന ഒരു വ്യക്തിയിൽ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? യു ഷുഡ് ബി റോൾ മോഡൽ. യു ഷുഡ് ബി എ ലീഡർ ഇൻ എവരി പ്ലേസ്. മറ്റു കുട്ടികൾക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കണം. നിങ്ങൾ നല്ല കുട്ടികളോ ആയാൽ മാത്രം പോരാ. യു ഷുഡ് ബി ആൻ എക്സാമ്പിൾ ടു അതേഴ്സ്. മറ്റു കുട്ടികൾ പറയണം, യെസ്, he is an NCC cadet, she is an NCC cadet. കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ NIT വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, സർ വി ആർ റെഡി ടു സ്റ്റാർട്ട് 1 more NCC യൂണിറ്റ്. ഓൾറെഡി അവിടെ റെഗുലർ സ്കീമിൽ ഒരു NCC യൂണിറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒരു ഫുള്ളി സെൽഫ് ഫിനാൻസിങ് സ്കീമിൽ ഒരു NCC കൂടെ 9 കേരള നേവൽ യൂണിറ്റ് അവിടെ തുടങ്ങി. അതിന് അദ്ദേഹം പറഞ്ഞത്, I find the NCC cadet as the most reliable, obedient student of the institution. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ മിസ്ചീഫ് ഉണ്ടോ അതിൽ ഒന്നിലും ഒരു NCC കേഡറ്റിനെ കാണാൻ കഴിയില്ല. എൻ്റെ എല്ലാ NCC കേഡറ്റും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് ഒരു പ്രൗഡാണ്. ദ പ്രൈഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളങ്ങനെയാണോ? യു ഷുഡ് ബി എ പ്രൗഡ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. You should be proud for your parents, and above all, you should be proud for yourself. നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യണം വേൾഡിൽ. പക്ഷേ ഫസ്റ്റ് യു ഷുഡ് കോമ്പറ്റീറ്റ് വിത്ത് യുവർ സെൽഫ്. ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓപ്പർച്യൂണിറ്റീസ് ആർ ഇമ്മൻസ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിവല്ല വിൽ പവർ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ആദ്യം ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മളെന്താ ആലോചിക്കുക? ക്യാൻ ഐ ഡു ഇറ്റ്? എനിക്ക് ചെയ്യാൻ കഴിയുമോ? നെക്സ്റ്റ്, ഐ മേ ഡു ഇറ്റ്. ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ഐ ക്യാൻ. യെസ്, എനിക്ക് കഴിയും. ഫോർത്ത്, ഐ വിൽ ഡു ഇറ്റ്. ഞാൻ ചെയ്യും. ആൻഡ് ഫിഫ്ത്ത്, ഐ ഡൺ ഇറ്റ്. ഈ എത്ര പേര് ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ട്? സ്റ്റുഡൻസ് നോ? വായിക്കണം. അതിൽ ഒരു കാര്യം പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, ഇഫ് യു ഡിസൈഡ് ഫോർ സംതിങ്, ഇഫ് യു വിഷ് ഫോർ സംതിങ്, ദി എൻറ്റയർ യൂണിവേഴ്സ് വിൽ ബി വിത്ത് യു. ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് ആ കാര്യം നേടിത്തരാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കണം.
നിങ്ങൾക്ക് ശ്രമിക്കണം, നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ടാകണം. യു ഷുഡ് ബി ഫിസിക്കലി ഫിറ്റ്, മെൻ്റലി സ്ട്രോങ്. ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ കിട്ടും? യു ഷുഡ് ഡു എക്സസൈസസ്, PTs, ഡ്രിൽ, ദാറ്റ് NCCയിൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. മെൻ്റൽ സ്ട്രെങ്ത്, യു ഷുഡ് റീഡ്. വായന ഒരു ശീലമാക്കണം. ഇന്നത്തെ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അതാണ്. ആക്ച്വലി ഞങ്ങൾക്കും എനിക്കും ജോൺസണും ഇത് കഴിയുമ്പോൾ 8 മണിക്ക് ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഹാവ് ടേക്കൺ മോർ ടൈം. ഞാൻ ആദ്യം പ്ലാൻ ഇട്ടിരുന്നത് സ്പീച്ച് എന്ന് പറയുമ്പം എൻ്റെ എക്സ്പീരിയൻസ് ഓൺ ബോർഡ് സബ്മറൈൻസിൽ എൻ്റെ സർവീസ്. ഒരുപക്ഷെ വയനാട് ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് അന്തർവാഹിനിയിൽ സർവ് ചെയ്തത് ഞാനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 6-7 വർഷം ഞാൻ അന്തർവാഹിനിയിലായിരുന്നു, മുങ്ങിക്കപ്പലിൽ, അതിനുശേഷം ഷിപ്പുകളിൽ, അതിനുശേഷം ട്രെയിനിങ് സൈഡിൽ. സോ ഐ ഗോട്ട് ഇനഫ് എക്സ്പീരിയൻസ്. ഐ തോട്ട് ഐ വിൽ ഷെയർ ഓൾ ദിസ് വിത്ത് യു. പക്ഷേ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏത് ഫീൽഡിലായിക്കോട്ടെ, കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്, ടോട്ടൽ കോൺസെൻട്രേഷൻ. വിരാട് കോഹ്ലി അറിയപ്പെടുന്നത് വലിയൊരു അക്കാഡമിഷ്യനായിട്ടല്ലല്ലോ. സച്ചിൻ ടെണ്ടുൽക്കർ, ഹി വാസ് നോട്ട് വെരി ഗുഡ് ഇൻ സ്റ്റഡി, ബട്ട് ഹി വാസ് വെരി ഗുഡ് ഇൻ സ്പോർട്സ്. പക്ഷെ നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് പ്രയോറിറ്റീസ് എടുക്കണം. ഇഫ് യു ആർ എൻ എക്സലൻറ്റ് അത്ലറ്റിക്, ഗോ ഫോർ ഇറ്റ്. ഒരു നാഷണൽ ലെവൽ അത്ലറ്റിക് ആണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഈവൻ യു ക്യാൻ കീപ് യുവർ study side by. But if you are average in athletics, if you are average in arts, your first and foremost, topmost should be your academics. You should be a good NCC cadet, പക്ഷേ അതൊപ്പം തന്നെ അക്കാഡമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിക്സിൽ സക്സസ് ആകുന്നതിനൊപ്പം തന്നെ മോൾഡ് യുവർ ക്യാരക്ടർ, ദാറ്റ് NCC will give you. NCC will make you a leader. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് 50% ഇൻബോൺ ആണ്, ബട്ട് 50% ഇറ്റ് ഈസ് ത്രൂ പ്രാക്ടീസ്, ത്രൂ ഹാബിറ്റ്സ്, ത്രൂ സാക്രിഫൈസസ് യു ക്യാൻ ഗെയിൻ ഇറ്റ്. ഗുഡ് ഹാബിറ്റ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് സ്മോൾ സാക്രിഫൈസസ്. ബാഡ് ആയിട്ടുള്ള തിങ്സ് എല്ലാം ഇറ്റ് ഈസ് ഈസിലി അവൈലബിൾ. You don't require any sacrifice for that. But to avoid that, അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അല്പമൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ആ ത്യാഗം, മിലിറ്ററിയിലൊരു വേർഡുണ്ട്, ദ മോർ യു സെപ്റ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. അത് നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ്. ദ മോർ യു ട്രൈ നൗ, ദ മോർ ഹാർഡ്ഷിപ്പ് യു ടേക്ക് നൗ, നിങ്ങളുടെ ഫ്യൂച്ചർ ജീവിതം വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ പഠനത്തിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ അല്ലെങ്കിൽ ക്യാരക്ടറിലോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഹീറോ ആയിരിക്കും, ബട്ട് വെൻ ദ ആക്ച്വൽ ടൈം കം യു വിൽ ബിക്കം സീറോ. ആൻഡ് ദോസ് ഹു ഗോ എലോങ് ദ വേ വിത്ത് ദ റൈറ്റ് പാത്ത്, ദേ വിൽ ബി ദ റിയൽ ഹീറോ. ലൈഫിൽ ജീവിതം എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് റിലേറ്റീവ്, കമ്പാരിറ്റീവ് ആണ്. നമ്മളെല്ലാവരേക്കാളും ഉയർന്നവരും ഉണ്ടാവും, നമ്മളെക്കാൾ താണവരും ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ നോട്ടത്തിൽ ആസ് എ കമാൻഡിങ് ഓഫീസർ ഞാനൊരു ഹൈ പൊസിഷനിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും ഉയർന്ന എത്രയോ പേരുണ്ട്. സോ ഇഫ് യു കുഡൻറ്റ് അച്ചീവ് എ പെർട്ടിക്കുലർ പൊസിഷൻ ഓർ എ പോസ്റ്റ് ഓർ എ ജോബ്, നിങ്ങൾക്കൊരിക്കലും പറയാവേണ്ട കാര്യമില്ല. there are other opportunities. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സം ഓഫ് യു മേ ബിക്കം മിലിറ്ററി ഓഫീസേഴ്സ്. വർഷങ്ങൾക്ക് ശേഷം ഈ കൂടത്തായി സ്കൂളിൽ നിങ്ങൾ ഒരാളായിരിക്കും ഞാൻ ഈ നിൽക്കുന്ന ഇതേ സ്ഥാനത്ത് നിന്നിട്ട് കുട്ടികളെ അഭിസംബോധന ചെയ്യുന്നത്. പോസിബിൾ. ഇനി അത് നിങ്ങൾക്ക് ആകാൻ കഴിഞ്ഞില്ലെങ്കിലോ, നിങ്ങൾ സിവിൽ സർവീസിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കേരള ഗവൺമെൻറ് സർവീസിലോ, നോ, ബിസിനസ്സിലോ. പക്ഷേ എവിടെ പോയാലും ട്രൈ ടു എക്സൽ ഇൻ ദാറ്റ്, ബി എ മാൻ ഓഫ് ക്യാരക്ടർ ആൻഡ് ലെറ്റ് അതേഴ്സ് സേ ഈസ് ആൻ NCC cadet. ഈ അടുത്ത സമയത്ത് എനിക്കൊരു 80 വയസ്സുള്ളൊരു അങ്കിള് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു. സർ, ഐ എം ത്രിൽ ടു സീ യുവർ സ്റ്റാറ്റസ്. 1967 ഞാൻ NCC cadet ആയിരുന്നു. ആ ജയ്പൂരിൽ അദ്ദേഹം അറ്റൻഡ് ചെയ്ത ക്യാമ്പൊക്കെ എനിക്ക് അദ്ദേഹം ന്യൂസിലൻഡിൽ നിന്ന് അയച്ചു തന്നു. പറഞ്ഞ് സാറിൻ്റെ സ്റ്റാറ്റസ് NCC കുട്ടികൾ സല്യൂട്ട് ചെയ്യുന്നതും NCC കുട്ടികൾ മാർച്ച് പാസ്റ്റും ഒക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഐ വെൻറ്റ് ഇൻ നൊസ്റ്റാൾജിയ. ഐ ചെറിഷ് സച്ച് മെമ്മറീസ്. ആൻഡ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഫിനാൻഷ്യലി ഒക്കെ അച്ചീവ് ചെയ്തെങ്കിലും
ഞാനിപ്പോഴും മനസ്സിൽ താലോലിക്കുന്ന ഏറ്റവും നല്ല നിമിഷങ്ങൾ എൻ്റെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എനിക്ക് NCC പ്രൊവൈഡ് ചെയ്തതാണ്. സോ വാട്ട് ഐ വാണ്ട് ടു ടെൽ ഓൾ ഓഫ് യു, ജീവിതത്തിൽ വിജയിക്കണം, വിജയിക്കാൻ ശ്രമിക്കണം, ട്രൈ യുവർ ബെസ്റ്റ്. ഇനി അഥവാ നിങ്ങൾ എയിം ചെയ്ത് അത്ര എത്തിയില്ലെങ്കിലും ഡോണ്ട് ബി ഡിസേർട്ടൻഡ്. സ്റ്റീവ് ജോബ്സ് ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട്, ലൈൻസ്, എവരി സക്സസ് ഈസ് നോട്ട് ഫൈനൽ ആൻഡ് ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ. വിജയം ഒന്നിൻ്റെയും അവസാനമല്ല, പരാജയം ഒന്നും അത്ര മാരകമല്ല. പരാജയപ്പെടുന്നതിലല്ല പ്രോബ്ലം, പരാജയപ്പെടുന്നിടത്ത് നമ്മൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തതാണ് പ്രോബ്ലം. ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ പഠനത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ സക്സസ് ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ടുഡേ. എവിടെയാണോ നിങ്ങൾക്ക് വീക്ക്നെസ് ഉള്ളത്, ട്രൈ ടു ഇംപ്രൂവ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ആൻഡ് ഓൾ ഓഫ് us have almost same IQ, not much difference. Scientifically it is proved, except a few people like Albert Einstein or somebody, all IQs are almost equal. How much you are polishing it, how much hard work you are doing, how much you are willing. You should have will power. ഒരു മെൻ്റലി സ്ട്രോങ് ഉള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഹീ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക്. മിലിറ്ററിയുടെ ഏറ്റവും വലിയ ഒന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വരുന്നത്, ഡോണ്ട് കെയർ. ഡു യുവർ ഡ്യൂട്ടി പ്രോപ്പർലി, ഡു യുവർ സ്റ്റഡി പ്രോപ്പർലി, ഡു യുവർ NCC ട്രെയിനിങ് പ്രോപ്പർലി, ദാറ്റ്സ് ഇനഫ്. അഥവാ നിങ്ങൾ കോൺഫിഡൻ്റ് ആയ വ്യക്തിയാണെങ്കിൽ യു ഡോണ്ട് ബി ജലസ് അബൌട്ട് അതേഴ്സ്. വൈ ഷുഡ് യു? അദ്ദേഹത്തിന് വിജയിക്കാം, എനിക്കും വിജയിക്കാം. ക്ലാസ്സിൽ ഫസ്റ്റ് വന്നില്ലെങ്കിൽ എന്താ, രണ്ടുപേരും 99% പഠിച്ചാൽ എന്താ, നോ പ്രോബ്ലം. ഐ ഓൾസോ സ്കോർ 99, ലെറ്റിംഗ് സ്കോർ 99.2. അടുത്ത സ്കൂളിലെ ടോപ്പർ ചിലപ്പോൾ 85 ആയിരിക്കും. സോ ഹൂ ഈസ് ബെറ്റർ? സോ കോമ്പറ്റീറ്റ് വിത്ത് യുവർ സെൽഫ്. ഐ വിൽ നോട്ട് ടേക്ക് ലോങ് ടൈം, as time is very precious. Wish you all the very best. Bring laurels to your institution, bring credit to your parents, and be a good patriotic citizen and a good human being. Thank you. Jai Hind. Thank you, sir, for your thought-provoking keynote address. We are grateful for your willingness to be here and share your expertise with us. As a fatherly figure, we are constantly guided, motivated, and encouraged by our administrative officer, Lieutenant Colonel B. Johnson, sir. His presence brings us great contentment. It is with great respect that I now invite Lieutenant Colonel B. Johnson, sir, Administrative Officer of 30 Kerala Battalion NCC Kozhikode, to deliver the message of the day. Respected dignitaries on the stage, first of all, I would apologize for not speaking in Malayalam because I am not good in Malayalam. I have a favorite person in my life, Dr. APJ Abdul Kalam. If you search any quote of APJ Abdul Kalam in your Google or something like that, the first quote comes is, to shine like a sun, you have to burn like a sun. It means you have to work hard. This is for you kids, cadets who are sitting in the front row. And the next quote which comes is for the parents. We sacrifice our today for their tomorrow. Dr. APJ Abdul Kalam has seen it before and he has given all those things. So I just want to start it with this quote because NCC is an organization where cadets learn to be disciplined, behave disciplined. Even now you can see in a normal function, if there are children who are sitting, they will not be sitting like this disciplined. For about 1 hour they were sitting in the same position because they are wearing uniform and they are disciplined. Otherwise you are also aware, or even the dignitaries on the stage is also aware, that even for 5 minutes our kids will not sit in one place. They want to do different things. So I will not take much of a time. Hard work is the key to the success. I want my NCC cadet to be disciplined. As the former speakers said, you have to work hard.
And this stage has a different personality of people. Like our minister who's from a poor background who had come to this stage, this status quo. And you have us like army officer and us navy officer on the stage. And we have father who have sacrificed their life for the spiritual life. So everybody have their cup of success, which you will get. But for that, you have to work hard. So once again, I will not take much of a time of yours because already it's getting late. On behalf of Commander, Brigadier D.K. Patra, Calicut Group, and CO Colonel Rajeshwar Singh of 30 Kerala NCC Battalion, I wish you all a happy and a best NCC day. Do well, guide others, and at the same time, be a good citizen of India so that our nation becomes a superpower or comes first in all status in international forum, which only you, the future generation, which Sir said, the Gen Zs, which is after 2012, its lot lies in your hand. So once again, happy NCC Day, do well. All the best, Jai Hind. അഭ്യുദയ 2024-ൻ്റെ സ്നേഹോപഹാരം നൽകുന്നതിനായി സ്കൂൾ മാനേജർ, പ്രിൻസിപ്പൽ, അസോസിയേറ്റ് NCC ഓഫീസർ എന്നിവരെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി കമാൻഡർ ഓഫീസർ കമാൻഡർ മാത്യു സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ മനോഹരമായ ദിനത്തിന്റെ സന്ദേശം പങ്കിടാൻ ഏറെ സ്നേഹത്തോടെ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി മാനുവലിനെ ക്ഷണിക്കുന്നു. സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കേരള സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായി ഈ ചുമതല ഏറ്റെടുത്ത് ആദ്യം പങ്കെടുക്കുന്നത് ഈ NCCയുടെ ഡേ പ്രോഗ്രാമിൽ ആണെങ്കിലും ഈ സെൻറ് മേരീസ് സ്കൂൾ മൊത്തമായി അഭിമാനമുണ്ട്. ആ സ്നേഹവും ബന്ധവും ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് പ്രിയ ആദരണീയ വ്യക്തിത്വമായ ശ്രീ OR കേളു സാറിന് സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ, ഇവിടെ പറഞ്ഞതെല്ലാം സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ സ്വഭാവത്തിലും ചലനത്തിലും ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. അടിമുടി ഒരു സാധാരണ മനുഷ്യൻ, ജനം പ്രതീക്ഷിക്കുന്ന ഒരു നേതാവിൻ്റെ സർവ്വ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിപരമായി ഓരോരുത്തരോടും സംസാരിക്കാൻ, പരിചയപ്പെടുവാൻ അദ്ദേഹം കാണിക്കുന്ന മനസ്സ് ആദരപൂർവ്വം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഇനിയും മറ്റൊരു ചടങ്ങിലും ഇനി വരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇന്നിവിടെ വളരെ വേഗത്തിൽ അവർ വാസ്തവത്തിൽ 7 മണിക്ക് പോകേണ്ടവരായിരുന്നു. മാത്യു സാറും ജോൺസൺ സാറും നമ്മുടെ സെൻറ് മേരീസ് സ്കൂളിനോടുള്ള അപൂർവമായ ആദരവ്, സ്നേഹം, ബന്ധം ഇരുവർക്കുമുണ്ട്. അതിൻ്റെ ഭാഗം നിലയ്ക്കാണ് അവിടെ എത്തിയത്. അവരോടുള്ള ബന്ധവും സ്നേഹവും ഞാൻ പങ്കുവയ്ക്കുന്നു. അലക്സാറിൻ്റെ NCCയുടെ സാന്നിധ്യം NCC കേഡറ്റിന് നന്നായിട്ടറിയാം. അത്രമാത്രം പേഴ്സണലാണ്, കമ്മിറ്റഡാണ്. നിങ്ങളുടെ വളരെ ഒരേ സമയം സ്നേഹത്തോടെയും അതേസമയം NCCയിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറല്ല. പെർഫെക്റ്റ് ആയിട്ട് ഇന്നത്തെ ചടങ്ങ് അത് കണ്ടാൽ മനസ്സിലാകും. വ്യക്തിപരമായി 4 വർഷം മുമ്പ് NCC ഇവിടെ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ക്രേസ് അതുകൂടി ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ബെസ്റ്റ് NCC യൂണിറ്റുള്ള അവാർഡ്, അത് ബെസ്റ്റ് ലെഫ്റ്റനൻ്റ് അവാർഡും ഒക്കെ അദ്ദേഹം നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കോ ടീച്ചേഴ്സ് എന്ന നിലയ്ക്കോ കാര്യമായി, അതുപോലെ തന്നെ അലക്സാറിനെ സഹായിക്കാൻ വേണ്ടി മിസ് പ്രീത, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ടീച്ചർ എവിടെയെങ്കിലും കാണും. ഒരു കയ്യടി കൊടുത്താലോ ടീച്ചറിന് കൂടി, അലക്സാറിനും. NCC clap शुरू कर. So Mr. Alexander, we proud of you. ഈ NCC യൂണിറ്റ് ഇത്ര ഗംഭീരമായി ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറ്റിയതിൽ സാറിൻ്റെ റോള് ഇവിടെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. നിങ്ങളുടെ സാന്നിധ്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ സ്കൂളിലെ മുഴുവനും ടീച്ചേഴ്സും ഈ ഭാഗത്തൊക്കെ കാണാം നിങ്ങൾക്ക്. കാരണം അവർക്കും കുടുംബവും ഒക്കെയുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൂടെ ഉള്ളത്. ദാറ്റ് മീൻസ് NCC എന്നത് നമ്മുടെ സ്കൂളിൻ്റെ സ്വത്താണ്, സമ്പത്താണ്.
ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നമ്മുടെ ഈ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ NCC പ്രസ്ഥാനം ഗംഭീരമായി പോകുന്നതിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുന്നു. ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഫാദർ മുക്തകണ്ഠം നമ്മുടെ കൂടെയുണ്ട്. സ്കൂളിലെ സ്റ്റാഫ് കൂടി ആയതുകൊണ്ട് ഹൈസ്കൂളിലും അതിഗംഭീരമായ ഒരു പ്രസ്ഥാനം മിസ് ശ്രീവിദ്യ ഇവിടെയുണ്ട്. ഹൈസ്കൂളിലെ എന്നോ ഇവിടെയുണ്ട്. അതുപോലെ ഹൈസ്കൂളിലെ NCC കേഡറ്റ്സും ഇവിടെ കുറേ പേര് സന്നിഹിതരാണ്. അതുപോലെ തന്നെ ഈ NCC ഡേയിൽ ഇവിടെ സന്നിഹിതമായിട്ടുള്ള ഈ NCC കേഡറ്റ്സിൻ്റെ മുഴുവൻ രക്ഷിതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നു. അതുപോലെ സാമ്പത്തികമായി നിങ്ങളുടെ സാന്നിധ്യ സഹായം വളരെ വളരെ വലുതാണ്. അവയെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ കൂടെയില്ലെങ്കിൽ NCC എന്നല്ല ഒരു പ്രസ്ഥാനവും വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്കും അറിയാം. ഈ NCC ഡേയിൽ എല്ലാവിധ നന്മയും സ്നേഹവും ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നാടിനു വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. Now it's time to distribute the Best Cadet Award for the year 2023-24. The Best Cadet Award is sponsored by Deputy Commandant of Indian Coast Guard, Sujit Alamgotal. He was the first chief guest of NCC Day celebration 2K22. From this year onwards, he has taken the sponsorship of the Best Cadet Award every year. This award comprises a cash prize of ₹1,000 and a memento. Thank you, sir. He has sent a message to the Best Cadet of this year. The message is: Dear Cadet, congratulations on being named the best cadet of NCC. Your dedication, discipline, and hard work have truly set you apart. This prestigious achievement is a testament to your unwavering commitment to excellence and your passion for serving with pride. Your leadership skills, determination, and spirit of teamwork have earned you this well-deserved recognition. May this honor inspire you to continue striving for greatness in all your future endeavors, both in the NCC and beyond. We are incredibly proud of your accomplishments and look forward to seeing all the remarkable things you will achieve in the future. Best Cadet of the Year 2023-24 goes to CSM Josia Sanoj. Cadets, NCC Club, शुरू कर. 2023-24 വർഷത്തെ ബെസ്റ്റ് കേഡറ്റ് അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി CSM ജോസിയ സനോജിനെ ക്ഷണിക്കുന്നു. Cadets, NCC Club, शुरू कर. St. Mary's HSS NCC Unit Parade Instructor Madras Regiment ex-Havildar Lit RC അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി വിശിഷ്ട അതിഥി ശ്രീ OR കേലു സാറിനെ ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി ലിറ്റ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. Cadets, NCC Club, शुरू कर. അതോടൊപ്പം തന്നെ ആദരണീയനായ മന്ത്രിയിൽ നിന്നും സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സെന്റ് മേരീസ് HSS NCC യൂണിറ്റ് ഗേൾ കേഡറ്റ് അഡ്മിനിസ്ട്രേറ്റർ മിസസ് പ്രീത റിനീഷിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Cadets, NCC Club, शुरू कर. സെന്റ് മേരീസ് HSS കൂടത്തായി NCC ഡേ സെലിബ്രേഷൻ അഭ്യുദയ 2024 മുഖ്യ അതിഥി ശ്രീ OR കേലു, കേരളത്തിന്റെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ സ്നേഹോപഹാരം നൽകി ആദരിക്കുന്നതിനായി സ്കൂൾ മാനേജർ റെവറൻ ഫാദർ ബിബിൻ മൻസിപ്പള്ളി, സ്കൂൾ പ്രിൻസിപ്പൽ റെവറൻ ഫാദർ സിബി ഇമാനുവൽ, ANO ലഫ്റ്റനന്റ് അലക്സാണ്ടർ KC എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. शुरू कर. सेंट
SPC കോർഡിനേറ്റർ ബഹുമാന്യനായ രജി കരോട്ട് സാറിനെ ഹൃദയപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ലോകം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതായത് ഈ NCC കേഡറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ കാണുന്ന, സമൂഹത്തെ മാറ്റിമറിക്കുന്ന ഒരു സൊസൈറ്റിയാണ് NCC കേഡറ്റിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കേവലം നമ്മുടെ ഗ്രേസ് മാർക്കിനപ്പുറത്ത് ഈ സമൂഹത്തിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഈ നാടിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അങ്ങനെ ഈ നാടിന് നിങ്ങളൊരു അനുഗ്രഹമായി മാറുമ്പോൾ ഈ സ്കൂളിന്, ഈ പ്രദേശത്തിന്, ഈ രാജ്യത്തിന് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റീഫൻ കോവയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ 7 ഹാബിറ്റ്സ് പറയുന്നതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം പ്രോ ആക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സെൻറ്റ് മേരീസിലെ NCC കേഡറ്റുകളെ പ്രോ ആക്റ്റീവ് ആക്കാൻ കാരണം നിങ്ങളുടെ ലീഡറാണ്. ദ ലീഡർ വൺ ഹൂ നോസ് ദ വേസ്, ഷോസ് ദ വേസ് ആൻഡ് ഗോസ് ദ വേസ്. അത് അലക്സ് സാർ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം സാറ് ഒരു NCC കേഡറ്റ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ ട്രെയിനിങ് കൂടി കഴിഞ്ഞപ്പോൾ കൂടുതൽ NCCയെ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പം വഴിയറിഞ്ഞ്, വഴിയിലൂടെ സ്നേഹിച്ച്, വഴിയിലൂടെ കൊണ്ടുപോകുന്ന നല്ലൊരു ലീഡർഷിപ്പ് നിങ്ങൾക്കുണ്ട്. ഒരു നല്ല ലീഡർ ഉണ്ടെങ്കിൽ തന്നെ ഹാഫ് വേ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പുറകിലിരിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും നല്ല ഭാഗ്യവാന്മാരാണ്. കാരണം നല്ലൊരു ലീഡർഷിപ്പിൻ്റെ കീഴിലാണ് നിങ്ങളുടെ കുട്ടികൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വി എക്സ്പെക്ട് മോർ. APJ അബ്ദുൽ കലാം പറഞ്ഞില്ലേ, സ്വപ്നങ്ങൾ കാണണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറുതായി പോയാൽ അത് പാവമാവും. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾ കാണണമെന്ന് പറയാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പലരും ലഫ്റ്റനൻറ്റ് കമാൻഡന്മാരും അല്ലെങ്കിൽ മിലിറ്ററിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ വളരെ കാര്യമായ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ചിട്ടയായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നന്മകൾ നേരുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Now, let's welcome St. Mary's HSS Kodathai Scout and Guides Unit Ranger Leader Mrs. Jisha Matthew for the felicitation. Warm good evening to all. സ്നേഹ ബഹുമാനപ്പെട്ട സിബി അച്ച, റെജി സാർ, അലക്സ് സാർ, അനീഷ് സാർ, മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. പരിപാടികളുടെ സമയമായി തുടങ്ങിയിരിക്കുന്നു. അച്ചടക്കവും ദേശഭക്തിയുമുള്ള നല്ല പൗരന്മായി വളർന്നു വരാൻ നിങ്ങൾക്ക് ഈ അഭ്യുദയ 2024 കൊണ്ട് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ ടീമിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി സെന്റ് മേരീസ് HSS കൂടത്തായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് സ്കൗട്ട് മാസ്റ്റർ അനീഷ് മൈക്കിൾ സാറിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2021 വർഷത്തിലാണ് ഈ NCC എന്ന യൂണിറ്റ് ഇവിടെ സ്ഥാപിതമായത്. ഈ 4 വർഷക്കാലം ഈ NCC യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം അടുത്ത് അനുഭവിച്ചറിയാനും സാധിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഈ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ്റെ ആപ്തവാക്യമായ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്ന ആപ്തവാക്യം വളരെയധികം കർക്കശത്തോടു കൂടി ഫോളോ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഈ എനിക്ക് തോന്നുന്നത്. ഈ പ്രസ്ഥാനം ഭാവിയിൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ സ്ഥാപനത്തിനും അതുപോലെ തന്നെ ഈ സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടായിരിക്കും. NCC ഡേയോടനുബന്ധിച്ച് നടക്കുന്ന ഈ കുടുംബ കൂട്ടായ്മയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടുകൂടി ഈ സന്ധ്യാസമയത്ത് നടക്കുന്ന കലാപരിപാടിക്കും എല്ലാവിധ ആശംസകളും ഭാരത് ആൻഡ് സ്കൗട്ട് യൂണിറ്റിൻ്റെ നേരിൽ അറിയിക്കുകയാണ്. Now, it's time to recognize and reward the outstanding achievements of our talented cadets. I invite the honorable dignitaries to present the cadets with mementos. I request our respected principal, Father C.B. Emmanuel, to hand over the mementos to our cadets. വിവിധ മേഖലകളിൽ സമ്മാനാർഹരായ NCC കേഡറ്റുകൾ പേര് വിളിക്കുന്നതിന് അനുസരിച്ച് സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CSM Josia Sanoch, District Level Handball 3rd place and State Level Participation. CQMS K. Bennett Susan Simon, Full A+ Senior Girls District Handball 3rd place. Sergeant Inia
Sub-District Javelin Throw 2nd and Senior Girls District Handball 3rd. Corporal Arjush Sandeep, Sub-District Hammer Throw 2nd and Javelin Throw 3rd. Lance Corporal Joshna Jose, full A+, Sub-District Story Writing English A grade and Quiz Competition 2nd with A grade. Lance Corporal Delna Saji, full A+. Lance Corporal Sharon Saji, full A+, Sub-District Poem Writing English A grade. Cadet Ashik Shah, Sub-District Shot Put and Discus Throw 1st. Cadet Alan Vincent, State Level Handball 2nd. Cadet Tom Vandermin Babu, District Handball 2nd. Cadet Nivedya Mahesh, Sub-District Triple Jump 1st. Cadet Vishnu Prasad PR, Sub-District Handball 1st. Cadet Agan Vijay, Sub-District Cricket 1st. Cadet Abel MK, Sub-District Discus Throw, Hammer Throw and Handball 1st. Javelin Throw 3rd. Cadet Christy Paul, State Handball 2nd. Cadet Jins Jobish, Sub-District Handball 1st and Handball 2nd. Cadet Harshal Mohammed, Sub-District Science Fair, Working Model, 1st with A grade. Thank you, Father. Let's lend our ears to the NCC report for the year 2023-24. I invite CQMS K. Bennett Susan Simon to present the NCC annual report for the year 2023-24.
Jai Hind all, NCC report. The National Cadet Corps in St. Mary's High Secondary School has been sanctioned on 30th October 2021 under fully self-financed scheme by 30 Kerala Battalion NCC Kozhikode. It is an Army wing NCC in Senior Division, Senior Wing and function as a subunit with total strength of 54 cadets. The motto of NCC is unity and discipline and is one of the greatest cohesive force of our nation. NCC is the largest youth organization in the world. NCC make cadet a good citizen to serve for the nation. Since its beginning, NCC has been playing a pivotal role in curricular and co-curricular activities of St. Mary's High Secondary School. Lieutenant Alexander Casey, our ANO, has been leading the NCC activities of our school energetically. Mr. Lit R.C., ex-Havildar Madras Regiment, is the parade instructor and Mrs. Preeta is our GCA. In addition of our management, principal and other staff provide great support to the activities of NCC. Following are the activities done by NCC in the academic year 2023-24. The NCC Day and Family Get-Together, Avdana 2K23, was conducted on 27th November 2023 and the chief guest was the commanding officer, Colonel Naveen Benjit, 122 TA Battalion. His presence made the day delightful and massive cultural program was conducted which made the day a memorable one. Republic Day was celebrated on 26th January with great enthusiasm at school. The national flag was hosted by our principal, Father Sibi Panpara. A farewell party or reward 2K24 was organized for outgoing batch by juniors on 9th February. The event was graced by the presence of Subedar Jas Bahadur Gurung as chief guest. Cadets attended the Combined Annual Training Camp CATC at Westhill NCC Battalion on 5th to 15th May. The camp provided an enriching experience for the cadets. As a part of Environmental Day, a tree plantation drive was conducted by 30 Kerala Battalion. Cadet posted trees and posters promoting the importance of environmental conservation. Rank promotion tests were conducted on 21st June, comprising drill assessment, written test and interview. Kargil Vijay Divas was commemorated in the school auditorium on 26th July. Teachers and cadets paid tribute to the brave martyrs who sacrificed their life for the nation. A ranking ceremony for 3rd batch was held on 13th August. The chief guest was Colonel Rajeshwar Singh Johan, commanding officer of 30 Kerala Battalion, presided over the event. Enrollment for the next batch of cadets also took place on the same day. 10 cadets participated in the inaugural ceremony of We Care campaign at Providence Women's College on 13th September, promoting social awareness. As an induction ceremony for first year NCC cadets was conducted on 1st October, Father Sibi along with the Lieutenant Alexander and teachers presented caps to the newly inducted cadets. On Gandhi Jayanti, a cleaning drive was organized at Kudathai Bazaar under the Sevanavaram initiative. The program was inaugurated by the Panchayat President and involved cleaning the Kudathai Tamarsheri Road. On 16th November, cadets along with the other organizations visited the Pulanyimed Old Age Home, spending quality times with the residents and extending their support. 2 cadets of our school, CQMS K. Bennett Susan Simon and Surgeon Iniyaraj KP, has been selected for upcoming ASC camp conducted at Trivandrum. This is the end of the report. Thank you all. Jai Hind. As we conclude our official program, to extend our deepest gratitude, I invite CSM Josiah Sanuj for the vote of thanks. Jai Hind all, respected dignitaries, teachers, guests, and my dear friends. It's my privilege and honor to deliver the vote of thanks for today's NCC Day celebration, Abhyudaya 2K24. First and foremost, I would like to express my deepest gratitude to our esteemed Chief Guest, Shri O.R. Kelu, Honorable Minister of Kerala of the Welfare, SC/ST and other backward classes, for gracing this occasion with his presence and inaugurating the event. Your inspiring words have truly motivated us. A heartfelt thanks to Lieutenant Alexander Casey, our Associate NCC Officer, for the warm welcome and for guiding us through today's activities. Our sincere gratitude goes to Father Bibin Manjapallil, a school manager, for delivering an encouraging presidential address
and for always being a pillar and support to our institution. I extend my thanks to Commander Matthew P. Matthew, Commanding Officer of 9K Naval NCC Kozhikode, for his enlightening keynote address. Your leadership and vision are a source of inspiration to all the NCC cadets. It gives me immense pleasure to welcome Lieutenant Colonel Johnson, the Commanding Officer of 30 Kerala Battalion NCC, a visionary leader and a dedicated officer. Lieutenant Colonel Johnson has played a pivotal role in steering the battalion towards excellence. Under his able guidance, 30 Kerala Battalion has become a beacon of dedication and discipline, setting a benchmark for others to follow. I wish to highlight the incredible work. A special note of thanks to Father C.B. Emmanuel P., our respected principal, for his motivating message and continuous encouragement that drives us to excellence in every endeavor. We are grateful to all our distinguished guests and well-wishers, including our Vice Principal for the Binesh CMI, SPC Coordinator Mr. Reggie Karot, Ranger Captain Mr. Jisha Matthew, Scout Master Mr. Anish Michael for the felicitations and constant guidance. A heartfelt thanks to our GCA, Ms. Preeta, Mr. Prestigian, and other teaching and non-teaching staffs of our school. To all the organizers, staff members, and NCC cadets who worked tirelessly behind the scenes, thank you for ensuring the smooth execution of this event. Lastly, my sincere thanks to all the attendees for making this day a grand success with your enthusiastic participation. Let's continue to uphold the spirit of NCC and strive for unity and discipline in all our pursuits. Thank you all. Jai Hind. Here we wind up the official programs of Abhyudaya 2024. I request all the dignitaries to join with the audience and enjoy the refreshments. The cultural fest will begin soon.